ഇതേ തുടച്ചോ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി. മാഡത്തിന്റെ കൈകൊണ്ട് ആദ്യമായി വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് മാഡം. ആരുമില്ലാത്ത സമയത്ത് അവളുടെ ഒരു ട്രീറ്റ്. ഇതിന് നിനക്ക് പണി തന്നില്ലെങ്കിൽ ഈ ദീപകിനെ വേറെ പേരിട്ട് വിളിച്ചോ. കുടുംബത്തന്നെ കൊള്ളാവുന്നൊരു മുറച്ചെറുക്കാനുള്ളപ്പോ എങ്ങാണ്ടെന്നോ കെട്ടിക്കയറി വന്ന ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്ന അമ്മാവനിട്ടൊരു പണി കൊടുക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എന്തായാലും ഇതോടെ കളി മാറും. ഞാൻ താലി കെട്ടേണ്ട പെണ്ണ് വേറൊരുത്തിന് കഴുത്ത് നീട്ടുന്ന അവസ്ഥ അത് മാറിക്കിട്ടും. ഈ വീഡിയോ കണ്ടിട്ടും അവളെ കെട്ടിക്കോളാന്നും പറഞ്ഞ് അവൻ വരുന്നുണ്ടെങ്കിൽ അവനൊരാണായിരിക്കില്ല. മോനെ രാജു, തൽക്കാലം നിന്റെ മുഖവും ശരീരവും ഞാനിങ്ങ് എടുക്കുക. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. കല്യാണം മുടക്കാൻ നിന്റെ മുഖമുള്ള ഒറിജിനൽ വീഡിയോ തന്നെ അയച്ചാൽ മതിയാവും. പക്ഷേ അതിലൊരു അല്പം റിസ്ക് ഉണ്ട്. അമ്മാവനെ നീ ബുദ്ധിരാക്ഷസനും പരമയോഗ്യനും അല്ലേ? മന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സെങ്ങാനും ആ വഴിക്ക് നീങ്ങിയ നീ അകത്തും ഞാൻ പുറത്തു ആവും. അത് വേണ്ട. ഇന്നിപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാ. കല്യാണം മുടങ്ങാൻ കാരണം പെണ്ണിന് അമ്മായിയുടെ മകനുമായിട്ടുള്ള അടുപ്പാണെന്ന് അവര് പറഞ്ഞു നടന്നോളും. അതോടെ ദീപക് ഇൻ. പിന്നെ കല്യാണം. ആ ഫോണിൽ ചാർജ് കുറവാണല്ലോ. ചാർജർ എവിടെ? അശ്വിൻ. ഇതങ്ങ് ചെല്ലുമ്പോ എല്ലാം ഒന്ന് കലങ്ങും. കലങ്ങി കലങ്ങി തെളിയുമ്പോ ഋതിക ദീപകിൻ്റെത് മാത്രമാവും. എന്നിട്ട് വേണം അവളുടെ കണക്കുകൾ ഒന്നൊന്നായി തീർക്കാൻ. അകലേ നോവിനാലേ